24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള കീം റാങ്ക് ലിസ്റ്റ് ഏകീകരണത്തിൽ വീഴ്ച സംബന്ധിച്ച് സിപിഐഎമ്മും സർക്കാരും. അവസാന നിമിഷം പ്രോസ്പെക്ടസിൽ വരുത്തിയ മാറ്റത്തിന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന് കൃത്യമായ മറുപടിയില്ല. മാർക്ക് സമീകരണത്തിൽ മുൻകൂട്ടി തീരുമാനം വേണ്ടിയിരുന്നതായി സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സമ്മതിച്ചു. തീരുമാനമെടുത്ത മന്ത്രിസഭായോഗത്തിൽ സിപിഐ മന്ത്രിമാർ ഉൾപ്പെടെ എതിർപ്പുന്നയിച്ചിരുന്നു. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയുടെ ഫലപ്രഖ്യാപനം റദ്ദാക്കേണ്ടി വന്നത് സർക്കാരിന് വൻ തിരിച്ചടിയാണ്. അവധാനതയില്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായാണ് സംഭവം വിലയിരുത്തപ്പെടുന്നത്. മാർക്ക് സമീകരണ സമ്പ്രദായത്തിൽ മാറ്റം വരുത്താൻ തീരുമാനമെടുത്ത ജൂൺ 30 മന്ത്രിസഭായോഗത്തിൽ പല മന്ത്രിമാരും എതിർപ്പ് അറിയിച്ചിരുന്നു. CPI മന്ത്രിമാരുടെ അടക്കം എതിർപ്പ് അവഗണിച്ചാണ് തീരുമാനത്തിലേക്ക് പോയത്. എന്തുകൊണ്ടാണ് അവസാന നിമിഷം മാറ്റം വരുത്തിയെന്ന ചോദ്യത്തിന് സർക്കാരിന് മറുപടിയില്ല. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളോട് എനിക്ക് വിശദീകരിക്കേണ്ട ബാധ്യതയൊന്നുമില്ല. നിങ്ങളൊക്കെ വലിയ CID-കളാണല്ലോ. മന്ത്രി മാധ്യമങ്ങളെ പഴിചാരി വിഷയത്തിന്റെ ഗൗരവം കുറയ്ക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പിഴവ് സംഭവിച്ചുവെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറിയുടെ വിലയിരുത്തൽ. അത് തുറന്നു സമ്മതിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിലും അവസാന നിമിഷം തീരുമാനമെടുത്തതിൽ വീഴ്ചയുണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി സമ്മതിച്ചു. കേരളത്തിലെ കുട്ടികളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു ശ്രമം യഥാർത്ഥത്തിൽ പ്രായോഗികമായില്ല. ഇനി മുൻകൂട്ടി ആലോചിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി അടുത്ത പ്രാവശ്യമാകുമ്പോഴേക്ക് കേരള സിലബസുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയ കുട്ടികളുടെ താല്പര്യത്തിന് കൂടി ഉതകുന്ന രീതിയിൽ അത് കൈകാര്യം ചെയ്യണം എന്ന് തന്നെയാണ് തീരുമാനിച്ചത്. ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധ വേണമെന്നാണ് CPIM സർക്കാർ നൽകുന്ന നിർദ്ദേശം. 24 തിരുവനന്തപുരം. വി മുരളീധര പക്ഷത്തെ വെട്ടിനിരത്തി BJP സംസ്ഥാന ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ച് രാജീവ് ചന്ദ്രശേഖർ, MT രമേശ്, ശോഭാ സുരേന്ദ്രൻ, S സുരേഷ്, അനൂപ് ആന്റണി എന്നിവർ ജനറൽ സെക്രട്ടറിമാർ. ഷോൺ ജോർജ് മുൻ IPS ഉദ്യോഗസ്ഥ R ശ്രീലേഖ തുടങ്ങിയവർ വൈസ് പ്രസിഡന്റുമാരാണ്. 24 ബ്രേക്കിംഗ്. മുരളീധര സുരേന്ദ്ര പക്ഷത്തെ വെട്ടിനിരത്തി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. PK കൃഷ്ണദാസ് പക്ഷത്തെ പ്രമുഖരും രാജീവ് ചന്ദ്രശേഖറിന്റെ വിശ്വസ്തരും ഉൾപ്പെടുന്നതാണ് പുതിയ ടീം. PK കൃഷ്ണദാസ് പക്ഷത്തെ കരുത്തൻ MT രമേശ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരും. ശോഭാ സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് S സുരേഷ്, അനൂപ് ആന്റണി എന്നിവർ പുതിയ ജനറൽ സെക്രട്ടറിമാർ. S സുരേഷും അനൂപ് ആന്റണിയും രാജീവ് ചന്ദ്രശേഖറിന്റെ വിശ്വസ്തർ. മുരളീധര സുരേന്ദ്ര പക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കളായ P സുധീറിനെയും C കൃഷ്ണകുമാറിനെയും ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് വെട്ടി പകരം വൈസ് പ്രസിഡന്റുമാരാക്കി. 10 വൈസ് പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചതിൽ ഷോൺ ജോർജും മുൻ DGP R ശ്രീലേഖയും ഉൾപ്പെടുന്നു. ഡോക്ടർ KS രാധാകൃഷ്ണൻ, C സദാനന്ദൻ, B ഗോപാലകൃഷ്ണൻ, ഡോക്ടർ അബ്ദുൾ സലാം, K സോമൻ, KK അനീഷ് കുമാർ എന്നിവരാണ് മറ്റു വൈസ് പ്രസിഡന്റുമാർ. അശോകൻ കുളനട, K രഞ്ജിത്ത്, രേണു സുരേഷ്, VV രാജേഷ്, പന്തളം പ്രതാപൻ, ജിജി ജോസഫ്, MP ഗോപകുമാർ, പൂന്ത്ര ശ്രീകുമാർ, P ശ്യാംരാജ്, MP അഞ്ജന രഞ്ജിത്ത് എന്നിവരാണ് സെക്രട്ടറിമാർ. E കൃഷ്ണദാസ് ട്രഷററും TP ജയചന്ദ്രൻ മുഖ്യ വക്താവുമാണ്. നഷ്ടം നേരിട്ടതിൽ AN രാധാകൃഷ്ണൻ വിഭാഗവും ഉൾപ്പെടുന്നു. മധ്യകേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവായ AN രാധാകൃഷ്ണനെ സംസ്ഥാന ഉപാധ്യക്ഷ സ്ഥാനത്തു നിന്ന് നീക്കി. ഭാരവാഹി പട്ടിക സംബന്ധിച്ച് വി മുരളീധര പക്ഷത്തിന് കടുത്ത എതിർപ്പ് നിലനിൽക്കുന്നതിനിടെ രാജീവ് ചന്ദ്രശേഖരനെതിരെ പാളയത്തിൽ പടയും തുടങ്ങി. BJP സംസ്ഥാന പാനലിസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് PR ശിവശങ്കർ ലെഫ്റ്റ് അടിച്ചു. പുതിയ ഭാരവാഹി പട്ടികയിൽ മുഖ്യ വക്താവാകുമെന്ന് കരുതിയിരുന്ന നേതാവാണ് PR ശിവശങ്കർ. അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. പാലക്കാട് ചിറ്റൂരിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ പൊട്ടിത്തെറിച്ച് അമ്മയ്ക്കും 3 കുട്ടികൾക്കും പരിക്ക്. ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് അപകടമെന്ന് പ്രാഥമിക നിഗമനം. ഗുരുതരമായി പരിക്കേറ്റ അമ്മയെയും 2 കുട്ടികളെയും എറണാകുളം മെഡിക്കൽ സെന്ററിലേക്ക് മാറ്റി. നിതിൻ അംബുജൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാലക്കാട് ചിറ്റൂരിൽ ഇന്ന് വൈകിട്ട് അതിദാരുണമായ അപകടമാണ് ഉണ്ടായത്. ഇപ്പോൾ ഈ അപകടത്തിൽ പരിക്കേറ്റ 4 പേരിൽ 3 പേരെയും എറണാകുളം മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ എത്തിച്ചു. ഇപ്പോൾ മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ അവരെ ചികിത്സയ്ക്ക് ഇപ്പോൾ കയറ്റിയിരിക്കുകയാണ്. അപകടത്തിൽ പരിക്കേറ്റ എമി, അതോടൊപ്പം തന്നെ ആൽഫ്രഡ് മാർട്ടിൻ, കൂടാതെ കുട്ടികളുടെ അമ്മയായ എൽസി മാർട്ടിൻ എന്നിവരെയാണ് പാലാരിവട്ടം മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ എത്തിച്ചത്. ആദ്യം എമിയെയും അതിനുശേഷം ആൽഫ്രഡിനെയും എത്തിച്ചു. പിന്നീടാണ് അമ്മ എൽസിയെ എത്തിച്ചത്. 3 പേരുടെയും നില അതീവ ഗുരുതരമാണ്. ഏതാണ്ട് 70% പൊള്ളലേറ്റു എന്നാണ് ഇവരെ കൊണ്ടുവന്ന ആശുപത്രി അധികൃതരടക്കം വ്യക്തമാക്കിയത്. പൊള്ളലടക്കമുള്ള അപകടങ്ങൾക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്ന ആശുപത്രിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെ പാലക്കാട് നിന്ന് രാത്രി വൈകി ഇവിടെ എത്തിച്ചത്. എന്തായാലും 3 പേരുടെയും ചികിത്സ ഇപ്പോൾ ആരംഭിച്ചു. അതിനുശേഷം മാത്രമേ ഇവരുടെ ആരോഗ്യനില എങ്ങനെയാണെന്ന് നമുക്ക് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഇവരെ എത്തിച്ചവർ വ്യക്തമാക്കുന്നത് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. കൊണ്ടുവരുമ്പോൾ ഉണ്ടായ സാഹചര്യം, ഇവരെ കൊണ്ടുവരുമ്പോൾ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? കൊണ്ടുവരുമ്പോൾ ഒരു 60% ബേൺ ഉണ്ടായിരുന്നു കൊച്ചുകുട്ടിയുടെ. മറ്റേ രണ്ടാമത്തെ ആൾക്ക്
ഉണ്ടായിരുന്നു, 70% അടുത്തുണ്ടായിരുന്നു. ഗുരുതരം അമ്മയാണല്ലേ? അതെ അതെ, അമ്മയ്ക്കാണ് കൂടുതൽ പരിക്കേറ്റിരിക്കുന്നത്, പൊള്ളലേറ്റിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ചികിത്സ തുടങ്ങിയപ്പോൾ എന്തെങ്കിലും ഡോക്ടേഴ്സ് ഒന്നും പറഞ്ഞോ? ഇല്ലില്ല, ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതുവരെ എന്നാലും അല്പസമയം മുമ്പാണ് അമ്മയും ഇവിടെ എത്തിച്ചത്. അവരുടെ ചികിത്സ ആരംഭിച്ചിട്ടുണ്ട്. വൈകിട്ട് ഏതാണ്ട് 5 മണിയോടുകൂടി ആണ് ഇത്തരമൊരു അപകടം സംഭവിച്ചത്. കാറ് പൊട്ടിത്തെറിച്ചായിരുന്നു അപകടം. അതിനുശേഷം ആദ്യം പല്ലന ആശുപത്രിയിൽ കൊണ്ടുപോയി, പിന്നീടാണ് ഏതാണ്ട് 7:30 തന്നെ എറണാകുളം മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ എത്തിച്ചത്. എന്തായാലും വൈകാതെ അവരുടെ ചികിത്സ ആരംഭിച്ചു. അതിനുശേഷം ഇപ്പോൾ അധികം വൈകാതെ ഇവരുടെ ആരോഗ്യനില എപ്രകാരമാണെന്ന വിവരം നമുക്ക് ലഭ്യമാകും. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബേണിംഗ് ICU സൗകര്യം ഉള്ളതുകൊണ്ടാണ് ഇവിടേക്ക് മാറ്റിയത്. നിലവിലിപ്പോൾ ഇവരുടെ നാട്ടുകാരും അതോടൊപ്പം തന്നെ ആശുപത്രി അധികൃതരും ഇവിടെയുണ്ട്, അടുത്ത ബന്ധുക്കളും ഇവിടെയുണ്ട്. അതിദാരുണമായ അപകടമാണ് ഇന്ന് വൈകിട്ട് പാലക്കാട് ചിറ്റൂരിൽ നടന്നത്. തനിക്കും വകുപ്പിനുമെതിരെയുള്ള വിമർശനങ്ങളിൽ ജോസ് കെ മാണിക്കും കേരള കോൺഗ്രസ് എമ്മിനുമെതിരെ തുറന്നടിച്ച് വനമന്ത്രി എ കെ ശശീന്ദ്രൻ. ജോസ് കെ മാണി മുന്നണി മര്യാദ ലംഘിച്ചെന്ന് എ കെ ശശീന്ദ്രൻ 24-നോട് പറഞ്ഞു. തന്നെ നന്നാക്കാൻ വരുന്നതിന് മുമ്പ് അവനവൻ നന്നാവണമെന്നും മന്ത്രി വിമർശിച്ചു. 24 എക്സ്ക്ലൂസീവ്. അത് വലിപ്പച്ചെറുപ്പം നോക്കാതെ എല്ലാ പാർട്ടികളും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും അവ മുന്നണി ചർച്ച ചെയ്ത് അവിടെ എടുക്കുന്ന തീരുമാനം അനുസരിച്ചാണ് എല്ലാ പാർട്ടികളും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ തീരുമാനത്തിന് വിധേയമായി മാത്രമാണ് എല്ലാ കക്ഷികളും പ്രവർത്തിക്കുക എന്നാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഓരോ പാർട്ടിക്കും അവരുടേതായ വിലയിരുത്തലുകളും അഭിപ്രായങ്ങളും ഉണ്ടാകാം. അത് വളരെ പക്വതയോടെ ഉന്നയിക്കാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. പരസ്യമായി തന്നെ കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും നിരന്തരമായി ഉയരുന്ന വിമർശനങ്ങളിലാണ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രതികരണം. ജോസ് കെ മാണിയുടെ പേരെടുത്തു പറഞ്ഞാണ് മന്ത്രി വിമർശനത്തിന്റെ കടുപ്പമേറ്റിയത്. പക്വതയോടെ വിമർശനം ഉന്നയിക്കണമെന്നും എ കെ ശശീന്ദ്രൻ. ഒരു മുന്നണിയിലെ ഒരു ഘടകകക്ഷിയുടെ വകുപ്പിനെ കുറിച്ചോ അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ വിമർശനങ്ങൾ ഉന്നയിക്കാൻ വേദിയുണ്ട്. ആ വേദി ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അത് നമുക്ക് കൂടുതൽ ഫലപ്രദമായി ശ്രദ്ധിക്കാനും പരിഹാരം കാണാനും ശ്രമിക്കാൻ കഴിയുക. കേരള കോൺഗ്രസ് എമ്മും ജോസ് കെ മാണിയും ആ പരിധി ലംഘിച്ചെന്നും എ കെ ശശീന്ദ്രൻ തുറന്നടിച്ചു. തന്നെ നന്നാക്കാൻ വരുന്നതിന് മുൻപ് അവനവൻ നന്നാവണം. മുന്നണി മര്യാദകൾ പാലിച്ച് പ്രവർത്തിക്കണമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷക്കനുസരിച്ചാണോ എൻ്റെ പാർട്ടി പ്രവർത്തിക്കുന്നതെന്ന് ഞാനാണ് വിലയിരുത്തേണ്ടത്. എന്നെ നന്നാക്കാൻ വേറെ ആൾ വരുന്നതിനേക്കാളും നല്ലത് അവനവൻ നന്നാക്കാൻ ശ്രമിക്കുകയാണ് നല്ലത്. വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനും NCP തീരുമാനിച്ചിട്ടുണ്ട്. 24-നോട് നടത്തിയ എ കെ ശശീന്ദ്രന്റെ പ്രതികരണം LDF-നകത്തും ചർച്ചകൾക്ക് വഴിവെച്ചു. അരുൺ പാറക്കൽ, 24, കാസർഗോഡ്. ഭരണപ്രതിസന്ധിയിൽ കുഴഞ്ഞുമറിഞ്ഞു കേരള സർവകലാശാല. VC നിയമിച്ച രജിസ്ട്രാർ ഡോക്ടർ മിനി കാപ്പൻ പദവി ഏറ്റെടുക്കാൻ താൽപര്യമില്ലെന്ന് അറിയിച്ച് കത്ത് നൽകി. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ ഒപ്പിട്ട ഫയലുകൾ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമൽ തിരിച്ചയച്ചു. സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന ഇടതംഗങ്ങളുടെ ആവശ്യം VC തള്ളി. വൈസ് ചാൻസലർ നിയമിച്ച രജിസ്ട്രാർ മിനി കാപ്പൻ ചുമതല ഒഴിയുന്നു. രജിസ്ട്രാർ ഇൻചാർജ് ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മിനി കാപ്പൻ വൈസ് ചാൻസലർക്ക് കത്തയച്ചു. ഇന്ന് രാവിലെ രജിസ്ട്രാർ എന്ന നിലയിൽ മിനി കാപ്പൻ പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു. എന്നാൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എതിർപ്പുമായി രംഗത്തെത്തി. അതിനിടെ ഡോക്ടർ KS അനിൽകുമാർ അയച്ച അടിയന്തര സ്വഭാവമുള്ള ഫയലുകളടക്കം VC മടക്കി. വരട്ടെ നോക്കാമെന്നായിരുന്നു ഫയൽ നീക്കത്തെക്കുറിച്ചുള്ള രജിസ്ട്രാറുടെ മറുപടി. വരട്ടെ നോക്കാം. VC ഓഫീസിൽ എത്താത്തതിൽ പ്രതിഷേധിച്ച് SFI രംഗത്തെത്തി. കേരള യൂണിവേഴ്സിറ്റി VC എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാത്തത് എന്ന് നിങ്ങളാണ് ചോദിക്കേണ്ടത്. VC തിങ്കളാഴ്ച സർവകലാശാല ആസ്ഥാനത്ത് എത്തുമെന്നാണ് വിവരം. സർവകലാശാലകളിൽ ഭരണഘടനാ വിരുദ്ധ നിലപാടുകളാണ് VCമാർ പ്രയോഗിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. 24 തിരുവനന്തപുരം. കോൺഗ്രസിനെ പ്രകോപിപ്പിച്ച് വീണ്ടും മോദി സ്തുതിയുമായി ഡോക്ടർ ശശി തരൂർ MP. നരേന്ദ്രമോദി വ്യക്തിപ്രഭാവമുള്ള നേതാവാണെന്നും രാജ്യം ദേശീയതയിലേക്ക് മാറിയെന്നുമാണ് ലണ്ടനിലെ പ്രഭാഷണത്തിൽ ഡോക്ടർ ശശി തരൂരിന്റെ പരാമർശം. പാർട്ടിക്കുള്ളിൽ ശ്വാസം മുട്ടുന്നെങ്കിൽ പാർട്ടി വിടണമെന്നാണ് ശശി തരൂരിന് K മുരളീധരന്റെ മറുപടി. 2047 ഇന്ത്യ എന്ന വിഷയത്തിൽ ലണ്ടനിലെ ജിൻഡൽ ഗ്ലോബൽ സർവകലാശാലയിൽ നടത്തിയ പ്രഭാഷണത്തിലാണ് ഡോക്ടർ ശശി തരൂരിന്റെ പരാമർശം. കോൺഗ്രസിന്റെ നയങ്ങളിൽ നിന്ന് രാജ്യം ശക്തമായ ദേശീയതയിലേക്ക് മാറി. വ്യക്തിപ്രഭാവമുള്ള നേതാവിന്റെ നേതൃത്വത്തിലും കേന്ദ്രീകൃത ഭരണത്തിലുമാണ് ഇത് സാധ്യമായതെന്നും ശശി തരൂർ. വിദേശ നയത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും കാര്യത്തിൽ ഭരണമാറ്റമുണ്ടായതിനാലാണ് ഇത് സാധ്യമായതെന്നും തരൂർ. As India engages strategically with an increasingly multipolar, immensely globalized and interdependent world,
And of course, a sharp rightward swing in our politics, from the centrism, even left-of-centre politics of the Congress Party, to the far more muscular nationalism of the BJP, which places a premium on charismatic leadership and heavily centralized governance. തരൂരിന്റെ മോദി പരാമർശത്തിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി കെ മുരളീധരൻ. അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ പാർട്ടിക്കകത്ത് അഭിപ്രായം പറയാമല്ലോ. അതല്ല, അദ്ദേഹത്തിന് ഇതിൻ്റെ അത് ശ്വാസം മുട്ടുന്നു, ഇനി തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയാണെന്ന് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നതെങ്കിൽ പിന്നെ ഒരു മാർഗം പാർട്ടി ഏൽപ്പിച്ച സ്ഥാനങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇഷ്ടമുള്ള രാഷ്ട്രീയ നയം അദ്ദേഹം സ്വീകരിക്കുക. ശശി തരൂരിന്റെ നിലപാടിനെ വിമർശിച്ച CPIയും രംഗത്തെത്തി. BJPക്ക് വേണ്ടി ഇത്രയും നാണം കെട്ട വർത്തമാനം പറയുന്ന ഒരാള് സ്വന്തം പാർട്ടിയുടെ അത്യുന്നതമായ വർക്കിംഗമാക്കി മാറ്റുന്ന പാർട്ടിയെ പറ്റി നാം പറയുന്നു ആ കഷ്ടമെന്ന്. സമയമാകുമ്പോൾ തരൂർ ചെയ്യേണ്ടത് ചെയ്യുമെന്നായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം. പറയേണ്ടത് പറയും, ചെയ്യേണ്ടത് ചെയ്യും, സമയമാകുമ്പോൾ അതൊക്കെ അദ്ദേഹത്തിന് വിട്ടുകൊടുത്തേക്കും. അടിയന്തരാവസ്ഥയുടെ പേരിൽ നെഹ്റു കുടുംബത്തെ രൂക്ഷമായി വിമർശിച്ച് ലേഖനമെഴുതിയതിന് തൊട്ടു പിന്നാലെയാണ് പാർട്ടിയെ വീണ്ടും പ്രകോപനത്തിലാക്കി തരൂരിന്റെ മോദി പ്രശംസ. 24 ഡൽഹി. ഈ മാസം 16-ന് വധശിക്ഷ നടപ്പാക്കാനിരിക്കെ യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിന് ഊർജിത ശ്രമം. കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജി തിങ്കളാഴ്ച സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കെ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് അറ്റോർണി ജനറൽ വിവരങ്ങൾ തേടി. നയതന്ത്ര ചർച്ചകൾ ഉടനുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് ആക്ഷൻ കൌൺസിൽ പ്രതികരണം. നിമിഷപ്രിയ വിഷയത്തിൽ വിദേശകാര്യ മന്ത്രാലയം നടത്തിയ ഇടപെടലുകൾ സംബന്ധിച്ച വിവരങ്ങളാണ് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയുടെ ഓഫീസ് തേടിയത്. കേസിന്റെ അടിയന്തര പ്രാധാന്യം മുൻനിർത്തി സ്ഥിതിവിവര റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിരുന്നു. നയതന്ത്ര ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ആക്ഷൻ കൌൺസിൽ അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രൻ. ഞങ്ങൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഈ വിദേശകാര്യ മന്ത്രാലയവുമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ അല്ലെങ്കിൽ കൂടിയാലോചനകൾ, ഇടപെടലുകൾ നടക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ ഇനിയുള്ള 3 ദിവസങ്ങളിൽ, ഇന്ന് വെള്ളിയാഴ്ചയും ശനിയും ഞായറും ഉപയോഗിച്ചുകൊണ്ട് നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ, ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ഉള്ളത്. യമനിൽ വ്യവസായമുള്ള മലയാളി വിഷയത്തിൽ ഇടപെടാൻ താൽപര്യം അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലിൽ പ്രതീക്ഷയുണ്ടെന്നും നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഭർത്താവ് ടോമി തോമസ്. തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. നമ്മുടെ ഇപ്പം ഇന്നലെ ഞാൻ വന്ന് ഗവർണർ സാറിനെ കണ്ടായിരുന്നു, ചാണ്ടി ഉമ്മൻ സാറും ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ കാര്യങ്ങളും വേണ്ടെന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വിദേശകാര്യമന്ത്രിയൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡൽഹിക്ക് ഒന്ന് പോകണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഇത്രയൊക്കെ ഇടപെടലും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങോട്ട് പോക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ട്. യമനിലെത്തിയ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ദയാദനം സംബന്ധിച്ച ചർച്ചകൾക്കുള്ള ശ്രമം തുടരുകയാണ്. 24 ഡൽഹി. 24 ബിഗ് ബ്രേക്കിംഗ്. UAE-യിലെ ഷാർജയിൽ ജീവനൊടുക്കിയ കൊല്ലം കേരളപുരം സ്വദേശി വിപഞ്ചിയയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ഭർത്താവിനും ഭർത്തൃപിതാവിനുമെതിരെ ഗുരുതര പരാമർശം. ഭർത്തൃപിതാവ് അപമര്യാദയായി പെരുമാറി, സ്ത്രീധനം കുറഞ്ഞുപോയതിന്റെ പേരിൽ ക്രൂരമായി പീഡിപ്പിച്ചെന്നും ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. ഭർത്താവ് നിധീഷ്, സഹോദരി നീതു, പിതാവ് മോഹനൻ ഇവർ 3 പേരുമാണ് തന്റെ മരണത്തിൽ പ്രതികളെന്നാണ് വിഭജികയുടെ ആത്മഹത്യാക്കുറിപ്പ്. കല്യാണം ആഡംബരമായി നടത്തിയില്ല, സ്ത്രീധനം കുറഞ്ഞുപോയി, കാറ് കൊടുത്തില്ല തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ച് മാനസികമായി പീഡിപ്പിച്ചു. ഭർത്തൃപിതാവ് അപമര്യാദയായി പെരുമാറി. ഇക്കാര്യം ഭർത്താവിനോട് പറഞ്ഞപ്പോൾ അയാൾക്കു വേണ്ടി കൂടിയാണ് തന്നെ കല്യാണം കഴിച്ചതെന്ന മറുപടിയെന്നും ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. കുഞ്ഞിനു വേണ്ടി എല്ലാം സഹിച്ചെന്നും പക്ഷേ ഇനി വയ്യെന്നും പറഞ്ഞാണ് കത്ത് അവസാനിപ്പിക്കുന്നത്. ഭർത്താവ് നിധീഷിൽ നിന്നുമേറ്റ ശാരീരിക പീഡനങ്ങളുടെ ചിത്രങ്ങളും വിഭജിക ഫേസ്ബുക്കിൽ പങ്കുവച്ചു. മകൾ നേരിട്ട പീഡനങ്ങൾ തന്നോട് പറഞ്ഞിരുന്നില്ലെന്ന് വിഭജികയുടെ അമ്മ ശൈലജ. നിധീഷിന്റെ പിതാവ് മോഹനൻ തന്നോടും മോശമായി പെരുമാറിയതായും ശൈലജ. അയാൾ എന്നോട് വൃത്തിയായിട്ട വർത്താനം പറഞ്ഞു. 61 വയസ്സായി എനിക്ക് ഒരു മനുഷ്യൻ ഇന്ന് പേരൊന്നും പറഞ്ഞിട്ടില്ല മോനെ. ഞാൻ അതിന് അവസരം ഉണ്ടാക്കിയില്ല. അയാൾ പറഞ്ഞ ഒരു വൃത്തിയോടുണ്ടല്ലോ, ഞാൻ എന്നിട്ടും മറച്ചു വെച്ച് എന്റെ മോളെ അറിയിച്ചില്ല. കാര്യം ഇനി അതും പറഞ്ഞ് അവരെ കുടുംബം തകരണ്ടാന്ന്. കുഞ്ഞിന്റെ മൃതദേഹം ഷാർജയിൽ സംസ്കരിക്കാനുള്ള നിധീഷിന്റെ നീക്കം അനുവദിക്കില്ലെന്ന് ബന്ധുവും പ്രതികരിച്ചു. നമ്മൾ ബന്ധപ്പെട്ട എല്ലാവർക്കും, പോലീസ് മേധാവികൾക്കും അതുകണക്ക് തന്നെ സംസ്ഥാനത്തെ മന്ത്രിമാർക്കും MP-മാർക്കും എല്ലാം പരാതി നൽകും. അതുകണക്ക് തന്നെ വിദേശകാര്യമന്ത്രിക്കും നോർക്ക റൂട്ട്സിനും എല്ലാം നമ്മൾ ഇമെയിൽ മുഖാന്തരം പരാതി നൽകുകയും അവർക്ക് സാധനം പരാതി ലഭിച്ച അതിന്റെ അക്നോളജ്മെന്റ് വന്നിട്ടുള്ളതാണ്. നടപടികൾ പൂർത്തിയാക്കി അടുത്തയാഴ്ചയാകും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുക. ഭർത്താവ് നിധീഷിനും സഹോദരി നീതുവിനും പിതാവ് മോഹനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ്
തന്റെ ആത്മഹത്യാക്കുറിപ്പിലൂടെ വിഭജിക വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിഭജികയുടെ ഈ വെളിപ്പെടുത്തലുകളൊക്കെയും അമ്മ ശൈലജ ശരിവെക്കുന്നു. ക്യാമറമാൻ അരുണ സാറിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊല്ലം. ബഹിരാകാശ ഗവേഷണ രംഗത്ത് പുതുചരിത്രം കുറിച്ച ആക്സിയം 4 ദൌത്യത്തിന് പരിസമാപ്തിയാവുന്നു. നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല ഉൾപ്പെടെയുള്ള 4-അംഗ ദൌത്യസംഘം തിങ്കളാഴ്ച വൈകിട്ട് ഭൂമിയിലേക്ക് മടങ്ങും. നേരത്തെ നിശ്ചയിച്ചതിനോട് 3 ദിവസം കൂടി അധികമായി ഉൾപ്പെടുത്തി 17 ദിവസം നീണ്ട ദൌത്യമാണ് പൂർത്തിയാകുന്നത്. 31 രാജ്യങ്ങളിലെ വിവിധ ശാസ്ത്ര ഗവേഷണ ഏജൻസികളും സ്ഥാപനങ്ങളും നിർദ്ദേശിച്ച 60ഓളം പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയാണ് ആക്സിയം 4 ദൌത്യസംഘം ഭൂമിയിലേക്ക് മടങ്ങുന്നത്. ISRO നിർദ്ദേശിച്ച 7ഓളം പരീക്ഷണങ്ങൾക്ക് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല നേതൃത്വം നൽകി. സൂക്ഷ്മ ആൽഗകളുടെ വളർച്ച മൈക്രോഗ്രാവിറ്റിയിൽ എങ്ങനെയെന്ന പരീക്ഷണമാണ് ശുഭാംശു ഏറ്റവും ഒടുവിൽ പൂർത്തിയാക്കിയത്. മനുഷ്യന്റെ ഭാവി ബഹിരാകാശ യാത്രകൾക്കും ഭൂമിക്കപ്പുറത്തെ ദീർഘകാലവാസത്തിനും മുതൽക്കൂട്ടാകുന്ന പരീക്ഷണങ്ങളിലാണ് സംഘാംഗങ്ങൾ കൂടുതൽ സമയവും വ്യാപൃതരായത്. ആക്സിയം 4 ദൌത്യത്തിലെ 4 പേരും എക്സ്പെഡീഷൻ 73 ദൌത്യത്തിലെ 7 പേരുമടക്കം 11 പേരാണ് നിലവിൽ ബഹിരാകാശ നിലയത്തിലുള്ളത്. ആക്സിയം സംഘത്തിന്റെ മടക്കയാത്രയ്ക്ക് മുന്നോടിയായി ഇന്നലെ ഇരു സംഘങ്ങളും ചേർന്ന് നിലയത്തിൽ അത്താഴ വിരുന്നൊരുക്കി. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 11 പേരും അവരുടെ തദ്ദേശീയ വിഭവങ്ങൾ നിലയത്തിലെ തീൻമേശയിൽ വിളമ്പി. ക്യാരറ്റ് ഹൽവയാണ് ശുഭാംശു സഹയാത്രികർക്കായി വിളമ്പിയത്. വിരുന്നിന്റെ ചിത്രങ്ങൾ ISRO പുറത്തുവിട്ടു. ചിക്കൻ, ബീഫ് വിഭവങ്ങളും കേക്കും കോക്ടെയിലുമൊക്കെ മറ്റു യാത്രികർ വിരുന്നിൽ ഉൾപ്പെടുത്തി. ബഹിരാകാശത്തെ മാനവികതയുടെ പ്രതീകമെന്നാണ് പരസ്പരം ഭക്ഷണം പങ്കുവച്ചുള്ള വിരുന്നിനെ എക്സ്പെഡീഷൻ 73 അംഗമായ ജോണി കിം വിശേഷിപ്പിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 4:35 ആക്സിയം 4 സംഘത്തിന്റെ മടക്കയാത്ര ആരംഭിക്കുക. സംഘത്തെ നിലയത്തിലെത്തിച്ച സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിൽ തന്നെയാണ് മടക്കം. നിലയത്തിൽ എത്തിയ ശേഷം ഗ്രേസ് എന്ന പേരാണ് ഡ്രാഗൺ പേടകത്തിന് സംഘം നൽകിയത്. ദൗത്യം പൂർത്തിയാക്കിയെത്തുമ്പോൾ ശുഭാംശു ശുക്ലയ്ക്ക് വൻ വരവേൽപ്പ് നൽകാൻ ഒരുങ്ങുകയാണ് രാജ്യം. സയൻസ് ഡെസ്ക് 24. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. എറണാകുളം ഉദയംപേരൂരിൽ യുവാവിന് ദാരുണാന്ത്യം. നെട്ടൂർ സ്വദേശി സുജിലാണ് മരിച്ചത്. ടിപ്പർ ലോറിയുടെ ഡംപ് ബോക്സിനടിയിൽപ്പെട്ടായിരുന്നു അപകടം. IS അഭിനന്ദാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അഭിനന്ദ്, എപ്പോഴായിരുന്നു ഈ അപകടം? വിശദാംശങ്ങൾ. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയായിരുന്നു സംഭവം ഉണ്ടായത്. നെട്ടൂർ സ്വദേശി സുജിൽ, 26 വയസ്സുള്ള സുജിലാണ് മരിച്ചിരിക്കുന്നത്. ഉദയംപേരൂർ നെടുവേലി ക്ഷേത്രത്തിന് സമീപം രാത്രി 8 മണിയോടുകൂടിയായിരുന്നു അപകടമുണ്ടായത്. ലോറിയുടെ ഡംപ് ബോക്സ് ഉയർത്തി വെച്ചിരിക്കുകയായിരുന്നു. മഴ നനയാതിരിക്കാൻ ഇതിനടിയിലേക്ക് സുജിൽ കയറി നിന്നു. ഈ സമയം ഡംപ് ബോക്സ് നിലത്തേക്ക് പതിച്ചായിരുന്നു അപകടമുണ്ടായത്. ഡംപ് ബോക്സിനും ചേസിനും ഇടയിലേക്ക് സുജിൽ പെടുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ നാട്ടുകാർ എത്തിച്ചെങ്കിലും ആ സമയത്ത് തന്നെ മരിക്കുകയായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്കും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ക്രിസ്റ്റീന. ശരി, IS അഭിനന്ദാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി നിർമ്മിച്ചു നൽകിയ കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ വീടിന്റെ താക്കോൽ കൈമാറി. കാറടുക്ക നാവുങ്കൽ സ്വദേശി മോഹിനിക്കാണ് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായത്. ഡിസംബർ 7 മോഹിനിക്ക് സ്വന്തമായൊരു വീടെന്ന സ്വപ്നത്തിന് തറക്കല്ലിട്ടത്. 5 മാസം കൊണ്ട് പണി പൂർത്തിയാക്കി. 450 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ 2 റൂമും ഹാളും സിറ്റ്-ഔട്ടും അടുക്കളയും ബാത്റൂമും ഉൾപ്പെടെ അടങ്ങുന്നതാണ് വീട്. 24 കാസർഗോഡ് റിപ്പോർട്ടർ അരുൺ പാറക്കൽ വീടിന്റെ താക്കോൽ മോഹിനിക്കും കുടുംബത്തിനും കൈമാറി. കണക്ട് സംസ്ഥാന കോർഡിനേറ്റർ മനോജ് മാവേലിക്കര ഉദ്ഘാടനം നിർവഹിച്ചു. വീട് ലഭിച്ചതിൽ സന്തോഷമെന്നും 22 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമായെന്നും മോഹിനിയും മകൻ കാർത്തിക്കും. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കുറേ വർഷമായി വാടകയിലുള്ളത്. പിന്നെ ഇപ്പോൾ പുതിയ വീടായിട്ട്
വളരെ സന്തോഷമുണ്ട്. ഇത് ഭയങ്കര സന്തോഷമാണ് ഇന്ന്. കാരണം ഞങ്ങൾ 20-22 വർഷം വാടക റൂമിലുണ്ടായത്. അപ്പോൾ ഇപ്പോൾ ഒരു വീട് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു സ്വപ്നമല്ലേ. അപ്പോൾ ഇത് ഞങ്ങൾ 24 ന്യൂസുകാരും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും പിന്നെ മനു സാറും സജീവ് സാറും പിന്നെ എല്ലാവരും കൂടിയിട്ട് ഇത്ര നല്ലൊരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടി. ഇവരെല്ലാവരും മെയിനായിട്ട് ഞങ്ങൾ ഹെൽപ്പ് ചെയ്തു. വളരെ സന്തോഷമാണ്. 24-നെയും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനെയും കാറടുക്ക പഞ്ചായത്ത് അംഗം രത്നാകരൻ അഭിനന്ദിച്ചു. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 ചാനലും ആദ്യമായിട്ട് 5 മാസത്തിൻ്റെ ഉള്ളിൽ ഫിനിഷ് ചെയ്ത ഒരു വീടാണിത്. വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ എല്ലാവർക്കും അഭിനന്ദിക്കുന്നതാണ്. 24 കണക്ട് കാസർഗോഡ് ജില്ലാ കോർഡിനേറ്റർ KV സജീവ് കുമാർ, വാർഡ് മെമ്പർ ജനനി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ജില്ലയിൽ ലഭിച്ച 2ാമത്തെ വീടിന്റെ താക്കോൽദാനം ഈ മാസം 13-ന് നീലേശ്വരത്ത് നടക്കും. 24 കാസർഗോഡ്. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ദേശീയ സമ്മേളനം നാളെ കോഴിക്കോട് തുടങ്ങും. രാവിലെ 10 മണിക്കാണ് സമ്മേളന പരിപാടികൾ. ദേശീയ പ്രസിഡന്റ് ഗോകുലം ഗോപാലന്റെ അധ്യക്ഷതയിലാണ് സമ്മേളനം. ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പിക്ക് അക്ഷരമുദ്ര പുരസ്കാരം സമ്മേളനത്തിൽ സമ്മാനിക്കും. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ സ്ഥാപക ദിനാഘോഷവും ദേശീയ സമ്മേളനവും ശനിയാഴ്ച കോഴിക്കോട് തുടങ്ങും. 2 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം ദേശീയ പ്രസിഡന്റ് ഗോകുലം ഗോപാലന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി ദേശീയ എക്സിക്യൂട്ടീവ്, ദേശീയ ജനറൽ കൗൺസിൽ യോഗങ്ങൾ നടക്കും. ദേശീയ വനിതാ സമ്മേളനവും ഇതിന്റെ ഭാഗമാണ്. വനിതാ സമ്മേളനത്തിൽ കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ്, ADGP P വിജയൻ, DIG R നിശാന്തിനി തുടങ്ങിയവർ സംസാരിക്കും. കോഴിക്കോട് ഗോകുലം ഗ്രാൻഡിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മന്ത്രി VN വാസവൻ, NK പ്രേമചന്ദ്രൻ MP, തോട്ടത്തിൽ രവീന്ദ്രൻ MLA, PV ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുക്കും. ദേശീയ അധ്യക്ഷൻ ഗോകുലം ഗോപാലനാണ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുക. എല്ലാ മലയാള സംഘടനകളുടെയും ഒരു കൂട്ടായ്മയാണ് ഇത്. ഒരു അംബ്രല്ല ഓർഗനൈസേഷനാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സ്റ്റേറ്റുകളിൽ ഉണ്ടാവുന്ന മലയാളികളുടെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനും, അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് മറ്റു സ്റ്റേറ്റുകളിലേക്ക് വേണ്ടി എന്തെങ്കിലും ആവശ്യത്തിന് പോവുകയാണെങ്കിൽ അവർക്ക് അവരുടെ സ്വന്തം പരിചയമുള്ള ഒരു മുഖം, അവർക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയായിട്ടാണ്, NGO ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. സമ്മേളനത്തിൽ വെച്ച് ഐമയുടെ അക്ഷരമുദ്ര പുരസ്കാരം പ്രശസ്ത ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പിക്ക് സമർപ്പിക്കും. വിദ്യാഭ്യാസ രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കുള്ള ഗോകുലം ശബരി ഗോപാലൻ എക്സലൻസ് പുരസ്കാരവും സമ്മേളനത്തിൽ വിതരണം ചെയ്യും. സമ്മേളനത്തിനായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഐമ ഭാരവാഹികളായ AK പ്രശാന്തൻ, രവീന്ദ്രൻ പൊയിലൂർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 24 കോഴിക്കോട്. ശ്രീനാരായണ സഹോദര ധർമ്മവേദി ബാലുശ്ശേരി യൂണിയൻ ഓഫീസ് ധർമ്മവേദി ചെയർമാൻ ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തിന് ശേഷം ഗോകുലം ഗോപാലനെയും സംസ്ഥാന ജനറൽ സെക്രട്ടറി R വിനോദിനെയും ഗോകുലം കൺവെൻഷൻ സെന്ററിലേക്ക് തുറന്ന ജീപ്പിൽ ആനയിച്ചു. പിന്നീട് നടന്ന കുടുംബസംഗമം ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. മുഖ്യാതിഥികളായി ബാലുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കുമ്പിലാട്, മലബാർ മെഡിക്കൽ കോളേജ് ചെയർമാൻ അനിൽകുമാർ വള്ളിൽ എന്നിവർ പങ്കെടുത്തു. SSLC, +2, ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും PhD കരസ്ഥമാക്കിയ വാണിശ്രീ ശശിധരനെയും യോഗത്തിൽ അനുമോദിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.